എന്റെ പാഷൻ എന്ന് ടാരോ. സോപ്പും പാഷൻ തന്നെയാണ്. എനിക്ക് 50 തരം ഹെർബൽ ചക്ക കൊണ്ടൊക്കെ എനിക്ക് അബീസ് ബസലി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. സ്പിരിച്വൽ എന്റെ പാഷനും അല്ല, പ്രൊഫഷനും അല്ല. കാരണം സ്പിരിച്വൽ ഒരിക്കലും പാഷനായി കൊണ്ടുനടക്കാൻ പറ്റില്ല. ഈ വരുന്ന എല്ലാവർക്കും പ്രേതബാധയോ അല്ലെങ്കിൽ ബാധാദോഷമോ ഒന്നും ആയിരിക്കത്തില്ല. ചിലർക്ക് സൈക്കിക് പ്രോബ്ലംസ് ആയിരിക്കും, സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ് ഉള്ളതാണ്. നമുക്ക് അതെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അപ്പൊ അവിടെ രണ്ട് കാരണം ചെയ്യേണ്ടി വരും. ബാധ ദുരിതം ചെയ്യേണ്ടി വരും. സൈക്കിക് ആയിട്ട് അതിനുള്ള മെന്റൽ പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ ഹിപ്നോട്ടിക് ലെവലിലേക്ക് അവനെ കൊണ്ടുപോകേണ്ടി വരും. റീഡിങ് കുറെ എടുത്തു കൊടുത്തെങ്കിലും ഇത്ര എന്റെ എനർജി വളരെ, അതായത് ഒരാളെ ശരീരം ക്ഷീണിച്ചാൽ പോലും നമുക്ക് ആ ടാരോയിലെ എനർജി എടുക്കുമ്പോൾ അത് ഫീൽ ചെയ്യും. പക്ഷെ എനിക്ക് ഒരാൾക്ക് 2000 രൂപ വെച്ച് കിട്ടിയാൽ 25,000 കിട്ടിയോ വേണ്ട. ഒരാൾക്ക് 2500 രൂപ വെച്ച് കിട്ടിയാൽ 40 ആൾക്ക് എനിക്ക് വലിയൊരു എമൗണ്ട് ആയില്ലേ. അതുപോലെ എനിക്ക് വേണ്ടെന്ന് വെച്ചിട്ട് സൗജന്യമായി കൊടുക്കാൻ പോയപ്പോ ഇവരെല്ലാം എന്റെ തലയിൽ കയറി നിരങ്ങാൻ തുടങ്ങി. ഞാൻ അതും എന്തിനത് അവിടെ തന്നെ കിടന്നോട്ടെ, അപ്പൊ എന്നിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാൽ അതും നിർത്തി ഞാൻ. അപ്പൊ നല്ല രീതിയിൽ ഇപ്പോഴും എനിക്ക് ഷാമ്പു ഓർഡർ ഉണ്ട്. ഞാൻ ചെയ്തു കൊടുക്കാതിരിക്കുകയാണ്. എന്താ ചെയ്തു കൊടുക്കാതിരിക്കാൻ കാരണം എന്റെ പാഷൻ എന്ന് ടാരോ. സോപ്പും പാഷൻ തന്നെയാണ്. എനിക്ക് 50 തരം ഹെർബൽ ചക്ക കൊണ്ടൊക്കെ എനിക്ക് അബീസ് ബസലി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഗംഗ ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. ഗംഗ എന്നുള്ള ടാരോനെ കുറിച്ച് മാത്രമാണ്. അബീസ് ബസലിയുടെ എന്റെ സോപ്പിനെ കുറിച്ചുള്ള സർവത്ര വീഡിയോ കൊടുക്കുന്നുണ്ട്. ചക്ക കൊണ്ട് വരെ ഞാൻ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ചക്ക, അതുപോലെ വാഴന്റെ ഇല, നീര്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെയാണ്, എന്താണ് അതിന്റെ ഗുണം എന്ന് ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ നന്മ കാണാൻ ആരും ഉദ്ദേശിക്കില്ല. അപ്പൊ വിളിക്കുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന ആൾക്കാരും ടാരോ എന്റെ പാഷനാണ്. അതിനൊരു കൺസൾട്ടേഷൻ ഫീ വെക്കണം വേണ്ടേ? കാരണം ടാരോ എന്റെ പാഷനാണ്, പ്രൊഫഷനാണ്. സ്പിരിച്വൽ എന്റെ പാഷനും അല്ല, പ്രൊഫഷനും അല്ല. കാരണം സ്പിരിച്വൽ ഒരിക്കലും പാഷനായി കൊണ്ടുനടക്കാൻ പറ്റില്ല. ആത്മീയത ഒന്നാണ്, പാഷനും പ്രൊഫഷനും വേറെയാണ്. ആത്മീയമായിട്ട് ഒരാളെ സർവത്യാഗ പരിത്യാഗിയായിട്ട് ചിലപ്പോൾ സഞ്ചരിക്കേണ്ടി വരും. കുടുംബം പാടില്ല, ബന്ധങ്ങൾ പാടില്ല, ഫ്രണ്ട്ഷിപ്പ് പാടില്ല, ഒന്നിലും കമ്മിറ്റ്മെന്റ് ആവാൻ പാടില്ല. അങ്ങനത്തെ ഒരു യാത്ര ചെയ്യുന്ന ഒരാളെ ഞാൻ. അധികം സംസാരിക്കാനും കൂടി പാടില്ല. എനിക്ക് അധികം സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോഴാണ് ഇവരെ സങ്കടം പറഞ്ഞിട്ട് ഇവരെന്നെ വേണം ഗംഗാമായിട്ട് സംസാരിക്കണം പറഞ്ഞിട്ട് വരിക. പക്ഷെ ആ ഗംഗാമായിട്ട് സംസാരിക്കണം പറയുമ്പോ ഒരു ദിവസം എനിക്കൊരു 10 കോള് വന്നു വിചാരിക്കും. 10 റീഡിങ്ങും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ 10 പേരോടും സംസാരിക്കാനിരുന്ന 10 റീഡിങ് ആരും എടുത്തു കൊടുക്കും? അപ്പൊ നമ്മൾ ഒരു പ്രൊസീജിയർ വെച്ചേക്കണത് എന്താണെങ്കിലും ഒരു കൺസൾട്ടേഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പലരും നില വിളിച്ച് കരഞ്ഞിട്ടാവും വിളിക്കുക. അപ്പൊ സ്റ്റാഫിന് ഒരു പരിധി ഉണ്ടല്ലോ നമ്മളുടെ. അവർക്ക് രാവിലെ 5 മണി, രാവിലെ ഒരു 8 മണി തൊട്ടിട്ട് വൈകുന്നേരം ഒരു 7 മണി വരെ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ നമ്പറിൽ ഒരു വാട്സപ്പ് ഉണ്ടാന്ന് ഇവർക്ക് നോക്കാലോ. അപ്പൊ അവർക്ക് അതിൽ വാട്സപ്പ് രാത്രി 2 മണിക്കൊക്കെ ഇരുന്നിട്ടാ ഫോൺ ചെയ്യുക. അവരെ വീട്ടില് ഹസ്ബൻഡും ഫാമിലിയും മക്കളൊക്കെ ഉള്ളതല്ലേ. 2 മണിക്ക് ഇവര് ആലോചിക്കണ്ടേ ഇതിപ്പോ എപ്പോഴാ ടൈം. ഇവര് വീഡിയോ കാണുന്ന ഉടനായിട്ട് ഈ നമ്പർ എടുത്ത് വിളിക്കുക. ഈ ടൈം നേരെ വിളിച്ചാൽ എനിക്ക് അവരെ വിളിക്കാമല്ലോ, അല്ലെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാന്ന് വിചാരിക്കില്ല. കാരണം അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ശരിയാണ്. പക്ഷെ ചില ആൾക്കാര് ഇതൊക്കെ എന്റെ ബാധ്യതയാണെന്ന് പറഞ്ഞിട്ടാ വരുന്നത്. എന്താ നിങ്ങൾക്ക് എന്താ ഗംഗാമ്മയ്ക്ക് ഫോൺ കൊടുത്താല് നിങ്ങൾക്ക് എന്താ ഗംഗാമ്മയായിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം? അതുപോലെ തന്നെ നിങ്ങൾ അതിലിരുന്ന് തള്ളി മറിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ ഫീസ് വാങ്ങണം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരോട് നമുക്ക് എന്താ പറയാൻ പറ്റുക? കാരണം സ്പിരിച്വൽ വേറെ, നമ്മളെ പ്രൊഫഷൻ വേറെ. പ്രൊഫഷനിൽ ഒരു ഡോക്ടറെ കാണാൻ പോയി, രോഗമാണ്, എനിക്ക് കഠിനമായിട്ട് വയറുവേദനയാണ്, ഡോക്ടർ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഒരു വട്ടം നോക്കി തരുമായിരിക്കും. രണ്ടാമതൊരു വട്ടം അയാൾ ഫീസ് കൊടുക്കണ്ടേ? ചില ഡോക്ടർമാര് രാവിലെ പോയാലും ഫീസുണ്ട്, വൈകുന്നേരം പോയാലും ഫീസുണ്ട്. അപ്പൊ ഫീസ് എന്നല്ല, അവരെ കൺസൾട്ടേഷൻ ഫീ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? അവരെ പ്രശ്നത്തിലല്ലേ നമ്മൾ ഇടപെടുന്നത്. അപ്പൊ അതൊക്കെ സൗജന്യമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ അല്ലേ നിങ്ങൾ? എനിക്ക് സ്പിരിച്വൽ ആ പറഞ്ഞു കഴിഞ്ഞാൽ വായ തുറന്നിരുന്ന ഭക്ഷണം ആവുമോ മോനെ? വായ തുറന്നിരുന്ന വായല്ലേ വരുള്ളൂ. അപ്പൊ എനിക്ക് എന്റേതായ കാര്യമില്ലേ, അമ്പലമുണ്ട്, ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പണി നടക്കുന്നുണ്ട്. എന്നിട്ടും എനിക്ക് പകുതി പണി ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം വരുമാനം ആവശ്യമാണല്ലോ. ഞാനത് എല്ലാം എനിക്ക് സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളുടെ ശരീരത്തിലുള്ള ബാധ ഏതാണ്, ബോധം ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളാണ് തിരിച്ചറിയേണ്ടത്, മറ്റൊരാളെ അറിയിച്ചിട്ട് കാര്യമില്ല. ചില ആൾക്കാർ എന്നെ കാണാൻ വന്ന ഒരാള്, നിങ്ങളിൽ ബാധയാണല്ലോ ഉള്ളത്, നിങ്ങൾ നെഗറ്റീവ് എനർജി മൊത്തം. നമ്മുടെ ഓഫീസിൽ വന്നിട്ട് ഒരു ലേഡി പറഞ്ഞു എന്ന് പറയുന്നില്ലേ, ഓഫീസിൽ മൊത്തം നെഗറ്റീവ് ആണെന്ന്. നെഗറ്റീവ് വരുന്ന ആൾക്കാർക്ക് നെഗറ്റീവായിട്ടാ ഫീൽ ചെയ്യുള്ളൂ. എനർജി, അത് എനർജി ഏത് എനർജി എന്ന് തിരിച്ചറിയാൻ കഴിയണം വേണ്ടേ? നമ്മളുടെ ബോഡിയിൽ ഏത് എനർജി ഉണ്ട് നമുക്കത് കണ്ടെത്താൻ പറ്റണം. കണ്ണ് തുറക്കുക എന്ന് പറയും. അപ്പൊ സ്പിരിച്വൽ എല്ലാതും സ്പിരിച്വൽ ആണെന്ന് ചോദിച്ചല്ല.
സ്പിരിച്വൽ പാത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറെ ത്യജിക്കേണ്ടി വരും. ചിലപ്പോൾ ഇഷ്ടങ്ങള്, നമ്മുടെ ആഗ്രഹങ്ങള്, മോഹങ്ങള്, എന്താ പറയാ, അതിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുടുംബനാഥനാണെങ്കിൽ അവർ കുടുംബനാഥനായിട്ട് ഇരിക്കുക നല്ലത്. പക്ഷെ അവർക്ക് സ്പിരിച്വലിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി കുറച്ചും കൂടി ഡെഡിക്കേറ്റഡ് ആവാനുണ്ട് സ്പിരിച്വലിലേക്ക് പോകുമ്പോൾ. ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് ഇപ്പം ഈ ബാധകളുമായി വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ പ്രേതബാധ അങ്ങനെയുള്ള കാര്യങ്ങളുമായി വരുന്ന ആളുകൾ, ഈ വരുന്ന എല്ലാവർക്കും പ്രേതബാധയോ അല്ലെങ്കിൽ ബാധാദോഷമോ ഒന്നും ആയിരിക്കത്തില്ല. ചിലർക്ക് സൈക്കിക് പ്രോബ്ലംസ് ആയിരിക്കും, സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ് ഉള്ള ആള്. നമുക്ക് അതെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അവരായിട്ട് സംസാരിക്കുമ്പോ, അതായത് ഇന്നലെ ഇപ്പോ കായം കൊളുത്തുന്ന ഒരു പയ്യൻ നമ്മളിനെ അബാക് മീഡിയയിലത്തെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പയ്യന് 16 വയസ്സുള്ള, അങ്ങനത്തെ ഒന്നുമല്ല, 3-4 കേസ് എനിക്ക് വന്ന് കിടക്കണുണ്ട്. അതിലത്തെ ഒരു പ്രധാനപ്പെട്ട കേസ് വെച്ചാൽ ഒരു 16 വയസ്സായ പയ്യന് സ്കൂളിൽ പോകാൻ പറ്റില്ല. ഇവരെഴുതുന്നത് അറബിയാണ്. ഈ പയ്യൻ എഴുതുന്ന അറബിയാണ്. അവന്റെ ടാരോ റീഡിങ് ഞാൻ എടുത്തു നോക്കുമ്പോ അവര് സൈക്കിക് പ്രോബ്ലം ആണ്. അവന് ബാധദോഷമില്ല. കാരണം ഇവര് കുറെ ക്ഷേത്രത്തിലൊക്കെ പോയി കുറെ പൂജകൾ ചെയ്തു, കുറെ സൈക്കിക് ഡോക്ടർമാരിനെ കണ്ടു, എല്ലാം കണ്ടു. കാരണം ഇവൻ എന്താ വെച്ചെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോ അവന് വയറുവേദന, ബാത്റൂം പോകണം, ടോയ്ലറ്റ് പോകണം തോന്നും. പിന്നെ വല്ലാത്ത വയറുവേദനയും ബാത്റൂം പോകണം തോന്നലാണ്. ഹോസ്പിറ്റലിൽ ഇവന് രാത്രി വയറുവേദനയാണ്. ഹോസ്പിറ്റലിൽ പടിയെത്തി ഇവന്റെ അസുഖം മാറി. ഇവന് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇവന് ഇത് ഒഴിവാക്കാൻ അങ്ങനെ എന്തുണ്ടോന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ഇന്നിപ്പോ ഒരു തീരും. അപ്പൊ നമ്മൾക്ക് ഈ ബാധ, എല്ലാവർക്കും ബാധ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് ഹോമത്തിന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അത്രയും ക്രിട്ടിക്കലായിട്ട് ആ ബാധ ഉണ്ടെന്ന് എനിക്ക് ബോധ്യവിവരം മാത്രമേ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ദുരിതം അല്ലെങ്കിൽ കഠിനമായ ശത്രുദോഷം, ഈ ശത്രുദോഷം ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഇല്ലാന്ന് ഇവര് ഒരുപാട് ആൾക്കാർ പറയുമ്പോൾ അവർക്ക് അനുഭവം ഇല്ലാത്ത കാരണം കൊണ്ടാണ് അവരില്ലാന്ന് പറയണത്. ഉള്ളവൻ അത് അനുഭവിച്ചവൻ അറിയാലോ അവൻ എത്ര കൊണ്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന്. അത്തരം ഏകദേശം 1000 പേരുടെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് റീഡിങ് എടുത്തല്ലോ. അതായത് കൊലപാതകം വരെ, പോസ്കോ കേസ് മുതൽ കൊലപാതകം വരെ റീഡിങ് എടുത്ത ഒരു വ്യക്തിയെ ഞാനിപ്പോ ഈ കുറച്ച് കാലയളവില്. അപ്പൊ അത് കാരണം കൊണ്ട് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ടാരോ മാത്രമല്ല, ഞാൻ എന്റെ ഇൻഡ്യൂഷൻ കണക്ട് ആക്കിയിട്ടാണ് ടാരോ റീഡിങ് കൊടുക്കുക. അല്ലാതെ ഈ കാർഡിലെ മീനിങ് അല്ല ഞാൻ പറഞ്ഞു കൊടുക്കുക. അവരുടെ സിറ്റുവേഷൻ ഇതാണ്, നിങ്ങൾക്ക് ഇതാണ് ഗൈഡൻസ് എന്ന്. ഈ പയ്യന് സൈക്കിക് പ്രോബ്ലം. ഇന്നലും കൂടി അവരെനിക്ക് വോയിസ് ഇട്ടു, ഞങ്ങൾ എന്താമേ ചെയ്യാം. ഇവൻ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല, ഇവന് സ്കൂളിൽ പോകാൻ പറ്റില്ല. സ്കൂളിൽ പോയ എന്താ പ്രശ്നം വെച്ചാല് ഇവന് വയറുവേദനയാണ്, ബാത്റൂം പോകണം. സ്കൂളിൽ പോകുന്ന വീട്ടിലിരുന്ന് അവനൊരു പ്രശ്നമില്ല. സ്കൂളിൽ പടി കയറാൻ പറ്റില്ല, ഡോക്ടർ പടി കയറാൻ പറ്റില്ല, അമ്പലത്തിന്റെ പടി കയറാൻ പറ്റില്ല. അപ്പൊ അവന് ബാധയല്ല, അവന് പ്രധാന ഈ ബാധ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവന്റെ മൈൻഡിൽ കിടക്കണ സൈക്കിക് പ്രോബ്ലം ആണ്. അപ്പൊ അവിടെ 2 കാരണം ചെയ്യേണ്ടി വരും. ബാധ ദുരിതം ചെയ്യേണ്ടി വരും. സൈക്കിക് ആയിട്ട് അവന് അതിനുള്ള മെന്റൽ പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ ഹിപ്നോട്ടിക് ലെവലിലേക്ക് അവനെ കൊണ്ടുപോകേണ്ടി വരും. ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ ഹിപ്നോട്ടറെ അടുത്ത് പോയിട്ട് തന്നെ ഹിപ്നോട്ടിക് പഠിച്ചത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ചെയ്തിരുന്നു. എങ്ങനെയാണ് ഹിപ്നോട്ടിക് ലെവലിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്നൊക്കെ എനിക്കറിയാം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിക്കണായിട്ട് മുന്നേ ഞാൻ ചെയ്തിരുന്നു. പക്ഷെ തിയറിക്കലി പഠിക്കണത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവന് അവിടെ ട്രീറ്റ്മെന്റ് വേണ്ടത് എന്താണെങ്കിൽ 2ഉം വേണം. കാരണം അവന്റെ ചിന്തയിൽ എന്താ, അവനൊരു ബാധ കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇവന് സത്യത്തിൽ ബാധ ഉണ്ടോ? ഇല്ല. കാരണം അവന് സൈക്കിക് പ്രോബ്ലം ആണ്. കാരണം അത് കാരണം കൊണ്ടാണല്ലോ ഇവന് സ്കൂളിൽ കയറിയ ഇവന് എഴുതുന്നത് അറബിയാ. അവരാ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇവന് അറബി അറിയില്ല. അങ്ങനെ വേറൊരു കുട്ടി ഇതേപോലെ തിരുവനന്തപുരത്ത് അങ്ങോട്ട് ഉള്ളൊരു കുട്ടിയാണ്. അവര് സ്കൂള് അവന്റെ കൂട്ടുകാരായിട്ട് ഒരു അടി നടന്നു. ഭയങ്കരമായിട്ട് പ്രശ്നം നടന്നപ്പോ ഇവൻ വേറെ ഒരു കുട്ടീനായിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോ ഇവനെ ഒന്ന് അടിച്ചതാണ്. പിന്നെ ഇപ്പോഴും കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 2 വർഷം അവനെ പൂർണ്ണമായി മാറ്റാം. കാരണം അവർ അത്ര ഹൈ ഡോസിലാണ് അവനോട്, അത്ര വയലന്റാ. ഹൈ ഡോസിൽ അവര് മെഡിസിൻ കൊടുത്തിരുന്നു. അതൊന്നും അവനെ റിക്കവറാക്കി കൊണ്ടുവരാൻ ഞാനത് മരുന്ന് പറഞ്ഞു കൊടുത്തപ്പോ അവന് മാറ്റം ഉണ്ടെന്ന് അവര് പറഞ്ഞിട്ടോ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റത് ലൈറ്റ് ഒന്നും ഇടില്ല, അല്ല ലൈറ്റ് ഓഫ് ആക്കില്ല, പേടിയാ. ഇപ്പൊ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് രാത്രി കിടക്കണം എന്ന് പറഞ്ഞു. മാറ്റങ്ങൾ, അതായത് സൈക്കിക് പ്രോബ്ലം തന്നെയാണ് ഈ ബാധ. പക്ഷെ യഥാർത്ഥ ബാധ കയറിയ സൈക്കിക് പ്രോബ്ലം ആണെന്ന് പോലും ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. യഥാർത്ഥ ബാധ ഒരാളെ ശരീരത്തിൽ പ്രവേശിച്ചാല് അയാൾ സൈക്കിക് ആണോ ബാധയാണോ ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അത് ബാധാദോഷം എനിക്കത് കണ്ടാൽ എന്റെ കണ്ണിൽ ഒരു പ്രധാന പ്രത്യേകത ഉള്ളത് നെഗറ്റീവ്സിനെ കാണാന്നുള്ളതാണ്. നെഗറ്റീവ്സ് അല്ല പോസിറ്റീവ്, ഏതൊരു എനർജീനെ എനിക്ക് കാണാം, കണ്ണിൽ കാണാം, കയ്യിൽ എടുക്കാം എനർജി. ഇപ്പൊ കാർഡില് ഈ 1000 പേരുടെ റീഡിങ് എടുക്കുമ്പോൾ ഇന്നലെ ഒരു റീഡിങ് നടന്നു.
ആ റീഡിങ് വരെ അതായത് വൈകുന്നേരം 4 മണിക്കാ റീഡിങ് ഉണ്ടായത്. അതുവരെ ഞാൻ ഹാപ്പിയാ. ഈ റീഡിങ് നടന്നോട് കൂടിയിട്ട് ഞാൻ വല്ലാതെ ഡള്ളായിപ്പോയി, ടയേർഡായിപ്പോയി. കാരണം ഈ റീഡിങ്ങിൽ എനർജി ഇങ്ങനെ എടുക്കുമ്പോ, കയ്യിലിങ്ങനെ എനർജി എടുക്കുമ്പോ എനിക്ക് ശ്വാസം മുട്ടുക, ശ്വാസതടസ്സ, വല്ലാത്ത അസ്വസ്ഥത, ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ശ്വാസം നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വിഷമം മനസ്സിൽ വല്ലാതെ വിഷമം കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തൈറോയ്ഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം എനിക്ക് തൊണ്ട ഇവിടെ വേദന എടുക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു, അത് തൈറോയ്ഡ് വേദന ഉണ്ട്. നിങ്ങൾ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ എനിക്ക് ശ്വാസം വല്ലാതെ തടസ്സമായിട്ടിരിക്കുന്നു, എനിക്ക് വല്ലാത്ത അസ്വസ്ഥത. കാരണം ഇവര് ബിസിനസ്സൊക്കെ ആകെ മൊത്തം പോയി, ഒരു ബ്യൂട്ടിക്ക് കൊണ്ട് നടത്തണം, ബിസിനസ് മൊത്തം ഡള്ളായി പോയി, ആരും ഇവരെ സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പൊ അവര് മൊത്തം ഡള്ളായിട്ടായിരിക്കണം. ആ ഡള്ളായ എനർജി ഞാൻ ഈ കാർഡിലേക്ക് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത്ര നേരം എനിക്കൊരു കുഴപ്പമുണ്ടായില്ല, റീഡിങ് കുറെ എടുത്തു കൊടുത്തെങ്കിലും ഇത്ര എന്റെ എനർജി വളരെ, അതായത് ഒരാളെ ശരീരം ക്ഷീണിച്ചാൽ പോലും നമുക്ക് ആ ടാരോയിലെ എനർജി എടുക്കുമ്പോൾ അത് ഫീൽ ചെയ്യും. അപ്പൊ ടാരോ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു ടൂളാണ്. പക്ഷെ ബാധാദോഷം എന്ന് പറയുമ്പോൾ ടാരോയിൽ കൂടെ മാറ്റി കൊടുക്കാൻ പറ്റില്ല. കാണാം, എനർജി കാണാം. ബാധ നമ്മളുടെ ഇപ്പോ നമ്മൾ പുതിയൊരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, രുദ്രതീർത്ഥം. നമുക്കത് കാണിക്കാം. ആ രുദ്രതീർത്ഥത്തിൽ കൃത്യമായിട്ട് അവര് ആ പുതിയ കാർഡ്, ഞാൻ ഇവിടുന്ന് പോയിട്ട് എനിക്ക് വന്ന മാറ്റങ്ങള്, ഞാൻ ഇവിടെ വരുമ്പോ രുദ്രതീർത്ഥം ഉണ്ടാക്കിയിട്ടില്ല. പണി നടന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ വർക്ക് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ആ രുദ്രതീർത്ഥത്തിൽ നിങ്ങളെ മറ്റൊരു എനർജി നിയന്ത്രിക്കും എന്നുള്ളൊരു കാർഡുണ്ട്. അപ്പൊ ആ കാർഡ് എല്ലാവർക്കും വരുന്നില്ല, ഇത്തരം നിയന്ത്രിക്കുന്ന ആൾക്കാർക്കേ വരുള്ളൂ. അപ്പൊ അതിൽ കാണിക്കും. അപ്പൊ ഈ ഒരു നെഗറ്റീവ്സ് മറ്റൊരാളിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അറിയില്ല ഈ ആളെന്നെ എത്രത്തോളം അത് കാർന്നു തിന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിടിപെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇത് അന്ധവിശ്വാസമായിട്ട് ഞാൻ സമൂഹത്തിൽ പ്രചരിപ്പിക്കണതല്ലല്ലോ, ഇവരെന്നല്ലേ തേടി വരുന്നത്. ഞാൻ എവിടെയെങ്കിലും പോകണ്ട. കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ചില കമന്റിൽ കണ്ടു, ഇവര് അവിടെ നിന്ന് ഞാൻ സോപ്പ് വാങ്ങിയിട്ടുണ്ട്, ഹെയർ ഓയിൽ വാങ്ങിയിട്ടുണ്ട്, ഷാമ്പു വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ നല്ല ഓണ്ടർപ്രണറാണ്, ഇപ്പോഴും അതെ, എനിക്കിതെല്ലാം ഉണ്ട്, സോപ്പ് ഉണ്ട്, ഹെയർ ഓയിൽ ഉണ്ട്, ഷാമ്പു ഉണ്ട്. ഇപ്പൊ തിരക്ക് കാരണം എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെന്നോ. നല്ല രീതിയിൽ എന്റെ ഹെർബൽ ഷാമ്പുവിന് നല്ല അതാണ്. പക്ഷെ മാർക്കറ്റ് ചെയ്യാൻ നമുക്കിവിടെ പറ്റില്ല. കാരണം ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. ഒരു ഓണ്ടർപ്രണറെ ഉണ്ടാക്കാൻ ഇവരിങ്ങനെ 100 ഓണ്ടർപ്രണർ വേണം ഒരാഴ്ചയിൽ എന്നൊക്കെ പറയും വ്യവസായ വകുപ്പ്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് ലൈസൻസുകൾ വേണം നമുക്ക് ഇവിടെ ഒരു ഓണ്ടർപ്രണറായിട്ട് നിലനിൽക്കണത്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാണ്, എന്താ പറയാ, ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് പറയാ കൺസ്യൂമർ ലൈസൻസ് അല്ല, നമ്മള് ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ഇതെല്ലാം ഉണ്ടാക്കാൻ ലൈസൻസിന് 2 ഡോക്ടർമാർ വേണം, അതുപോലെ തന്നെ 2 കെമിസ്റ്റ് വേണം. അങ്ങനെ ഒരുപാട് ഇതുകളുണ്ട്. അതുപോലെ ഒരു ലാബ് വേണം, 1500 സ്ക്വയർ ഫീറ്റ് ലാബ് വേണം, ലാബിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം. അങ്ങനെ കുറെ നിയമങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പൊ നമുക്ക് ഇത് ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, എന്തിനാ ഞാൻ ഇത്ര റിസ്ക് എടുക്കണം, 10-15 ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ ഒപ്പിട്ടിട്ട് ആരെങ്കിലും കുളിപ്പിക്കാൻ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ, ഞാൻ കടത്തിൽ മുങ്ങിയിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു, വേണ്ട, എനിക്ക് എന്റെ ഹസ്ബൻഡിനും എല്ലാ സാധനങ്ങളും ഞാൻ വീട്ടിലുണ്ടാക്കണതാ. സോപ്പ്, ഹെയർ ഓയില്, ഷാമ്പു, പേസ്റ്റിന് പകരം പൊടിയാണ്. അതന്നെ, അതൊരു പല്ലുവേദനയ്ക്കുള്ള, അതൊക്കെ എനിക്ക് ഞാൻ സെയിലുണ്ടായിരുന്നതാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ ഈ നമ്മളുടെ ഒരു ചന്ത ഉണ്ടായിരുന്നു. അപ്പൊ ചന്തയിലൊക്കെ, അതായത് റോഡ് സൈഡില് മേശ കൊണ്ടിട്ടിട്ടാണ് ഇതെല്ലാം വിറ്ററുന്നത്. കാരണം ജീവിക്കണം അല്ലേ. സ്പിരിച്വൽ എന്ന് പറഞ്ഞ ഒരു വേൾഡ് വേറെയാണ്. അത് വെച്ചിട്ട് നമ്മൾ കാശുണ്ടാക്കാൻ നിൽക്കുകയല്ല ഞാൻ ചെയ്തത്. എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ എന്ത് തൊഴിലെടുത്താലും എന്താ കുഴപ്പം? ആരും പറ്റിക്കല്ലോ. ഞാൻ ജീവിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കണേ, സ്വന്തം ഉൽപ്പന്നം കൊണ്ട് വിറ്റിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. അല്ലാതെ എനിക്ക് 14 വർഷമായിട്ട് എന്താണെങ്കിൽ ഈ ഒരു ദേവിയുടെ ചൈതന്യവും ഇതൊക്കെ ഉണ്ടായിരുന്നു. വരണ ആൾക്കാരെ ഊറ്റിപ്പിഴിയാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോർഡും വെച്ചിട്ട് ഇരുന്നാൽ എനിക്ക് കോടികൾ ആസ്തി ഉണ്ടാക്കാറുന്നു. പക്ഷെ ഞാൻ അതിന് പോകാത്ത സ്പിരിച്വൽ വേൾഡ്, ഉപാസന, അതും വേറെ. കാരണം ഉപാസനയിലേക്ക് പോയൊരു വ്യക്തി പിന്നെ അതും മറികടന്നിട്ട് ആ പരബ്രഹ്മത്തിലേക്ക് അല്ലെങ്കിൽ ആ സത്യത്തിലേക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോകുമ്പോ ഇതെല്ലാം വേണ്ടാന്ന് വെക്കും. അപ്പൊ അങ്ങനെ പോകേണ്ട ഒരാളാണ് ഞാൻ. കാരണം ഉപാസന എടുത്തത് എന്താ, ആ ദേവതേനെ അറിയാൽ. എന്റെ പൂർവികര് കൊണ്ടുവച്ച് ആരാധിച്ചിരുന്ന ദേവതേനെ അറിഞ്ഞ് ഉപാസന എടുത്തു. ഇനി ആ ഉപാസനയിൽ നിന്ന് എനിക്ക് അവിടുന്ന് പോണം വഴി. അവിടെ ഞാൻ എന്റെ സ്റ്റോപ്പ് ആവണില്ല. സാധാരണഗതിയിൽ ഉപാസന എടുക്കുക, കുറെ കാശുണ്ടാക്കണം അല്ലെ, കുറെ പൈസ ഉണ്ടാക്കാനാണ് ഉപാസന എടുക്കുക. കുറെ ക്ഷേത്രം കെട്ടി അല്ലെങ്കിൽ കുറെ ആൾക്കാർ വന്ന് ഉപാസന എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ, അങ്ങനെയല്ല എന്റെ ചിന്തയില്. എന്റെ ചിന്തയില് ഭഗവതിനെ ഞാൻ സേവിക്കണം. അതൊരു കടമയുണ്ട്, എന്റെ ഒരു കടമുണ്ട്. അത് എന്റെ തലമുറയിൽ എന്റെ ആൾക്കാർ ചെയ്തു വെച്ച ആ കടം വീട്ടണം ഇവിടെ.
ഹീലാവുള്ളൂ അപ്പോഴാ. അപ്പൊ ആ ഉപാസനയിൽ ഞാൻ എടുത്ത എന്റെ ദേവതയുടെ ആ ചെയ്തിരുന്ന എല്ലാം കടം വീട്ടിയിട്ട് അവിടെ നിന്ന് എനിക്ക് പോണം സ്പിരിച്വലിലേക്ക്. അതായത് ഇപ്പൊ ഞാനൊരു ഡിവൈൻ ബോഡിയിലാണ് നിൽക്കുന്നത്. ഇനി ആ ഡിവൈൻ ബോഡി സ്പിരിച്വൽ ബോഡിയിലാണ് നിൽക്കുന്നത്. ഈ സ്പിരിച്വൽ ബോഡിയിൽ നിന്ന് ഡിവൈൻ ബോഡിയിലേക്ക് പോകണം. അപ്പൊ അവിടെ ഉപാസന ഇല്ല എല്ലാം. കാരണം ഞാനും ആ ബ്രഹ്മം ഒന്നാവടാ ലൈനിലേക്ക് പോകുമ്പോ അവിടെ ഉപാസനയുടെ ആവശ്യമില്ല. അപ്പൊ ഞാൻ പറയണത് ഒരു ഓണ്ടർപ്രണർ ആവാൻ പാടില്ല എന്നുണ്ടോ ഉപാസനയ്ക്ക്? ഇല്ല, പാടില്ല എന്ന് എവിടെ എഴുതിയിട്ടില്ലല്ലോ. ഞാൻ നല്ല ഓണ്ടർപ്രണറാണ് ഇപ്പോഴും. അതെ. അപ്പൊ ചില ആൾക്കാർ ചോദിച്ചു ഇവര് നല്ല സോപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഇവരെ നീ സോപ്പ് വാങ്ങിണ്ടാകട്ടെ. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും സോപ്പ് എന്റെ കയ്യിൽ ഹെർബൽ സോപ്പ് ഉണ്ട്. ഇപ്പൊ നിലവിലില്ലാത്ത ആളല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊക്കെ ഇനി അടുത്ത് വരുമ്പോ ഞാൻ കൊണ്ടുവരാം. കാരണം ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങള് അന്ന് ഉണ്ടാക്കിയതിന്റെ കുറച്ച് സ്റ്റോക്ക് എന്റെ കയ്യിലുണ്ട്. അത് കാരണം കൊണ്ട് അത് തീർന്നിട്ട് പുതിയത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾ രണ്ടാളുടെ ആവശ്യങ്ങൾക്ക് ഇപ്പൊ ഡിഷ് വാഷ്, ഡിറ്റർജന്റ്, അതുപോലെ തന്നെ സോപ്പ്, ഷാംപൂ, ഹെയർ ഓയിൽ എല്ലാം ഞാൻ ഉണ്ടാക്കണത് ഇപ്പോഴും. അതെ. പല്ല് തേക്കണ പൽപ്പൊടി അടക്കം. അപ്പൊ ഞാന് ഒരു സാധകം മാത്രമല്ല, നല്ലൊരു ഓണ്ടർപ്രണറും കൂടിയാണ്. പറഞ്ഞു വരുന്നത് അതാണ്, ഞാൻ നല്ലൊരു ഓണ്ടർപ്രണറാണ്.